നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ 11-ാം വചനം വായിക്കുക. ഈ സമയം ഏതെന്നും നിങ്ങൾ ഉറക്കം വിട്ട് ഉണരേണ്ട സമയം വന്നിരിക്കുന്നുവെന്നും അറിഞ്ഞ് ഇവയൊക്കെയും ചെയ്യുക. പ്രൈസ് ഗോഡ്. ഈ സമയം ഏതെന്നും നമ്മൾ ഉറക്കം വിട്ട് ഉണരേണ്ട സമയമായി എന്നറിഞ്ഞ് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. പ്രൈസ് ഗോഡ്. നമ്മളോട് പറയുക, ദൈവവചനം ഇപ്പോൾ ഈ സമയത്തെക്കുറിച്ച് പറയുക. എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത എന്ന് നമ്മൾ അറിയണം. നമ്മൾ അന്ത്യകാലത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ലോകത്തിൽ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ, യുദ്ധത്തിന്റെ പല ഒരുക്കങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ, പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ലോകത്ത് വ്യാപരിക്കുന്നത് കാണുമ്പോൾ, ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമെന്ന് ദൈവജനം തിരിച്ചറിയണമെന്ന് യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. അവർ പറഞ്ഞു, അന്ത്യകാലമാവുമ്പോൾ ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഒരു മരം അത് വലുതായി കായ്ക്കുന്ന സമയമാകുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? അതുപോലെ കാലഘട്ടത്തിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, എന്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ടുള്ള 2000 വർഷം മുൻപ് പറഞ്ഞിട്ടുള്ള അന്ത്യകാലത്തെ ലക്ഷണങ്ങൾ ഒന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഉറക്കം വിട്ട് ഉണരേണ്ട സമയമായി. സ്തോത്രം. പലരും ആത്മീയ ഉറക്കത്തിലായിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഈ ഉറക്കം നമ്മൾ രാത്രി ഉറങ്ങുന്നതോ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് ആത്മീയമായ ഉറക്കത്തെക്കുറിച്ച് പറയുകയാണ്. പലരും ദൈവത്തിന് പ്രയോജനമുള്ളവരായി വേല ചെയ്യേണ്ടവർ ഉറങ്ങുന്ന ഉറങ്ങിക്കൊണ്ടിരിക്കുക. പലരും എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടവർ ആത്മീയമായ ഉറക്കത്തിലായിരിക്കുക. യേശുവാണ് എൻ്റെ രക്ഷകൻ എന്ന് വിളിച്ചു പറഞ്ഞ് വല്ലവിധേനയും നരകത്തിൽ നിന്ന് ചിലരെ നേടേണ്ട നമ്മൾ ആത്മീയമായി പലരും ഉറക്കത്തിലായിരിക്കുക. ലോകത്തിന്റെ രീതികളിൽ ഭ്രമിച്ച് ജീവിച്ച് ഉറക്കത്തിലായിരിക്കുക. ലോകത്തിന്റെ കാഴ്ചപ്പാടുകളോടെ ജീവിച്ച് ഉറക്കത്തിലായിരിക്കുക. ആ ജനതയോട് യേശു കർത്താവ് പറയുക, ഈ സമയമേതെന്ന് തിരിച്ചറിയുകയും നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട സമയമായിരിക്കുന്നു എന്ന് അറിഞ്ഞ് ഈ വകയൊക്കെയും ചെയ്യുവിൻ. നമ്മൾ വിചാരിച്ച് ഇരിക്കുന്നതിലും വളരെ സമീപസ്ഥമായിരിക്കുന്നു നമ്മളുടെ രക്ഷ, യേശു കർത്താവിന്റെ വരവ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളുടെ ശരീരം തേജസ്കരിക്കപ്പെടുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. വാനമേഘങ്ങളിൽ നമ്മൾ കർത്താവിനോട് കൂടെ ചേരുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കാഹളധ്വനി ധ്വനിക്കുകയും സ്വർഗീയ സേനകളോടെ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും ചെയ്യുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ ഇതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷം ഇതാണ്. എന്റെ മണവാളൻ എന്നെ എതിരേൽക്കുവാൻ വരും. ഒരു വിവാഹ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആ വിവാഹ ദിവസം കാന്തയെ പോലെ അവൻ എന്നെ കൈക്കൊള്ളും. ഒരുക്കമുള്ള മണവാട്ടിമാരെയാണ് അവൻ കൈക്കൊള്ളുന്നത്.
അതുകൊണ്ട് പറയുകയാ, ഓ നീ ഒരുക്കത്തോടെ ആയിരിക്കണം, ആ ദിവസം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നീ വേഗത്തിൽ ഈ വകയൊക്കെയും ചെയ്യുവിൻ. ഒരു കല്യാണത്തിന് നല്ല ഗൗൺ എടുത്ത് ഇടുന്നത് പോലെ, നല്ല ഡെക്കറേഷൻസ് ചെയ്യുന്നത് പോലെ, നല്ല സാരിയിലെല്ലാം പലതും പിൻ ചെയ്ത്, അല്ലെങ്കിൽ ഗൗൺ ആണെങ്കിൽ പലതും പിൻ ചെയ്ത് ഒരുങ്ങുന്നത് പോലെ നിങ്ങൾ ഈ വിവാഹ ദിവസം അടുത്തത് കൊണ്ട് ഈ വകയൊക്കെ ചെയ്ത് വേഗത്തിൽ ഒരുങ്ങുവിൻ. ഹല്ലേലൂയ. 12-ാം വചനം ഇങ്ങനെയാ വായിക്കുന്നത്: രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. രാത്രി കഴിയാറായി എന്ന് പറഞ്ഞാൽ ദുഷ്ടന്റെ അനേകം മടങ്ങ് അധികം പ്രവർത്തനങ്ങൾ കാണുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാത്രിയാണിപ്പോൾ. സ്തോത്രം. കാരണം നമ്മൾ ലോകത്ത് എവിടെ നോക്കിയാലും യുദ്ധം, ക്ഷാമം, കലഹം, കൊലപാതകങ്ങൾ, ദുർനടപ്പ്, വ്യഭിചാരത്തിന്റെ വിഷയങ്ങൾ, അങ്ങനെ ദുഷ്ടന്റെ പ്രവൃത്തികൾ അധികമായി വർദ്ധിച്ചു വരുന്ന രാത്രി കഴിയാറായിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു രാത്രി കഴിഞ്ഞ് പകൽ വരുന്നത് പോലെ, വെളിച്ചം വരുന്നത് പോലെ ഈ അന്ധകാരത്തിന്റെ പ്രവൃത്തികളെല്ലാം അഴിഞ്ഞ് സ്വർഗീയ പ്രകാശം വരുന്ന സമയമായിരിക്കുന്നു. അവന്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുന്നു. വെളിച്ചം വരുമ്പോൾ അന്ധകാരത്തിന് നിൽക്കുവാൻ കഴിയാത്തതുപോലെ രാത്രിയുടെ പ്രവർത്തനങ്ങളെല്ലാം മാറുന്ന സ്വർഗീയ പ്രകാശം വരുവാൻ പോവുകയാണ്. അടുത്ത വചനം വായിക്കാം. 13-ാം വചനം: പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. സ്തോത്രം. പറയുക, ഇരുളിന്റെ ചില പ്രവൃത്തികളിൽ നിന്ന് ദൈവമക്കളോട് തന്നെയാ പറയുന്നത്. ഈ ലേഖനം എഴുതിയിരിക്കുന്ന അവിശ്വാസികൾക്കല്ല, വിശ്വസിക്കുന്ന ദൈവമക്കളോട് തന്നെ പറയുക. വിശ്വാസത്തിലാണ്, സഭയിലാണ്, എങ്കിലും ചില അന്ധകാര പ്രവർത്തികൾ നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈ വല്ല വിധേനയും അതിൽ നിന്ന് നിങ്ങൾ മാറണം. പ്രൈസ് ഗോഡ്. അവിടെ പറയുക, പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക, വെറിക്കൂത്തുകളിലും മദ്യ ലഹരിയിലുമല്ല. 2 കാര്യങ്ങൾ, 6 കാര്യങ്ങളാണ് മൊത്തം പറയുന്നത്. ആദ്യം പറയുന്ന 2 കാര്യങ്ങൾ എന്താ? വെറിക്കൂത്തുകളിലും മദ്യ ലഹരിയിലും അല്ല. പ്രൈസ് ഗോഡ്. ഒന്ന് കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാമോ? എന്താ ഈ വെറിക്കൂത്തുകൾ? നമ്മൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കോമൺ ആയി കാണുന്ന കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് TV-യിൽ കാണാം, ഇവിടെയൊക്കെ കാണാം. പല ഫെസ്റ്റിവൽസിനും ന്യൂ ഇയർ പ്രോഗ്രാമിനും ഒക്കെ ലൗഡായി മ്യൂസിക് വെച്ച്, വളരെ ശക്തമായ മ്യൂസിക് വെച്ച്, അതിനോടുകൂടെ മദ്യവും കഴിക്കും. മദ്യം കഴിക്കുമ്പോഴാണ് അവർക്ക് അതിന് കൂടുതൽ പ്രചോദനം വരുന്നതെന്നാണ്. അതുകൊണ്ടാണ് മദ്യം അതിൻ്റെ കൂടെ ഉണ്ടാകും. ന്യൂ ഇയർ പ്രോഗ്രാമിനൊക്കെ കാണാം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ ചെയ്യും. ന്യൂ ഇയറിന് മാത്രം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, എപ്പോഴും ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ചില മദ്യശാലകളിൽ വളരെ ഉയർന്ന ശബ്ദത്തിൽ പാട്ടുവെച്ച് നൃത്തം ചെയ്ത് മദ്യം കഴിച്ച്, അതിനെയാണ് ഈ വെറിക്കൂത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് ഒരു സെലിബ്രേഷനാണ്, ഒരു ആഘോഷമാണ്, ലോകത്തിന്റെ ഒരു ആഘോഷമാണ്. സ്തോത്രം. അത് ചില ഫെസ്റ്റിവൽസിന്, ചില മത ആചാരങ്ങളിൽ പെട്ട, അത് ക്രിസ്ത്യൻ മതം അല്ലെങ്കിൽ വേറെ മതം എന്നൊന്നുമില്ല, ഏത് മതത്തിലും നമുക്ക് കാണാം അതുപോലെയുള്ള ആചാരങ്ങൾ. വിഗ്രഹങ്ങൾ വെച്ച് വളരെ ബാൻഡും മ്യൂസിക്കൊക്കെ അടിച്ച് എല്ലാവരും മദ്യം കഴിച്ചോളണമെന്നൊന്നുമില്ല. കുറച്ചു പേരെല്ലാം മദ്യം കഴിച്ച് അതിനോടുകൂടി ആടി പാടുന്നതിനെയാണ് ദൈവത്തിന് വെറുപ്പുള്ള ഒരു വെറിക്കൂത്തായ കാര്യമെന്ന് ബൈബിൾ വിളിക്കുന്നത്. ലൗഡ് മ്യൂസിക്കിൽ അത് ഒരു സുബോധത്തോടെ നിന്ന്, അല്ലെങ്കിൽ അത് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, ദൈവത്തിന്റെ പേരിലാണ് ചിലത് നടക്കുന്നത്. അതാണ് ഏറ്റവും സങ്കടം. അവിടെ അത് നടക്കുമ്പോൾ ദൈവത്തോടുള്ള ഭക്തിയൊന്നുമല്ല ആരുടെ ഉള്ളത്തിൽ നിറയുന്നത്. സ്തോത്രം. അവിടെ നിറയുന്നത് ഒരു ആഭാസകരമായ ഒരു മ്യൂസിക്കോടെ, ഒരു ആഘോഷത്തിന്റെ, അല്ലെങ്കിൽ വെറിക്കൂത്ത് എന്നാണ് അതിനെ ബൈബിൾ പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം, മദ്യപാനവും വെറിക്കൂത്തും. അതിനെ
ആക്കം കൂട്ടുന്നതാണ് മദ്യപാനം. അപ്പോൾ പറയുക, നിങ്ങൾ ഈ ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുവിൻ. മദ്യപാനത്തിൽ നിന്ന് നിങ്ങൾ മാറണം. വെറിക്കൂത്ത്, ഇതുപോലെയുള്ള പാർട്ടിങ്, അതിനെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വൈൽഡ് പാർട്ടിങ് എന്ന് പറയും. നമ്മളൊരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി ഒരുമിച്ച് കൂടി എല്ലാവരും ഒരു പാട്ട് പാടുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വൈൽഡ് പാർട്ടിങ്, മദ്യവും ഡാൻസും ഒക്കെയായി ആഘോഷിക്കുന്നതിനെ കുറിച്ച്. അതിന് ദൈവമായിട്ടോ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടോ ഒരു ബന്ധവുമില്ല. സ്തോത്രം. മദ്യപാനത്തിൽ നിന്നും അങ്ങനെയുള്ള വെറിക്കൂത്തിൽ നിന്നും നിങ്ങൾ, ആ ഇരുട്ടിന്റെ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതാണ്. സ്തോത്രം. പലരും, പല മതങ്ങളും പഠിപ്പിക്കുന്നത്, ക്രിസ്തീയ മതം പറയുന്നത് മദ്യപാനം കുഴപ്പമില്ല. യേശു കാനായിൽ വീഞ്ഞ് മാറ്റിയില്ലേ? ഹല്ലേലൂയ. കാനായിലെ വീഞ്ഞിന് ആത്മീയമായ അർത്ഥം കാണുവാൻ അവർക്ക് കഴിയുന്നില്ല. സ്തോത്രം. എല്ലാ വചനവും ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. ദൈവവചനം എഴുതി വെച്ചിരിക്കുക, മദ്യം ഒരു ഗ്ലാസിൽ ഒഴിച്ച് നിറയുന്നത് പോലും നീ നോക്കിയിരിക്കരുത്. സ്തോത്രം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വചനത്തിൽ എഴുതി വെച്ചിരിക്കുക, മദ്യം ഒരു ഗ്ലാസിൽ ഒഴിഞ്ഞ് നൊരഞ്ഞ് പൊങ്ങുന്നത് നീ നോക്കിയിരിക്കരുത്. കാരണം അതിൽ ദുരാത്മാവിന്റെ ശക്തിയുണ്ട്, അതിൽ ദുരാസക്തിയുടെ ശക്തിയുണ്ട്. There is an evil power in that. അപ്പോൾ ദുഷ്ടന്റെ ആയുധമായ മദ്യപാനത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതിൽ ദുരാത്മാവിന്റെ ശക്തി ഉള്ളത് കൊണ്ട് അതിനെ ഒരു ദുഷ്ടന്റെ അല്ലെങ്കിൽ ദുരാത്മ ശക്തിയായി കാണുവാൻ നമ്മളുടെ കണ്ണുകൾ തുറക്കണം. ഹല്ലേലൂയ. അതിന്റെ അളവ് മാത്രമല്ല. ചിലർ പറയും, ഞാൻ ഡീസന്റ് ആയ ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ അങ്ങനെ ഓവർ ആവുകയൊന്നുമില്ല. ഇതിന്റെ അളവല്ല അത് നിശ്ചയിക്കുന്നത്, അതിൽ ദുരാത്മ ശക്തിയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അതിൽ നിന്ന് പാടെ മാറി നിൽക്കേണ്ടതാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. അടുത്ത രണ്ട് കാര്യങ്ങൾ ഏതാ? ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും, അശുദ്ധ ശയനങ്ങളിലും ദുഷ്കാമങ്ങളിലും. ശയനമോഹങ്ങൾ എന്താ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മാറി നിൽക്കേണ്ട അടുത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയുക, ശയനമോഹങ്ങളും ദുഷ്കാമങ്ങളും. സ്തോത്രം. ശയനമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുമില്ലാത്ത സമയത്ത്, ആരും അറിയാത്ത സമയത്ത്, കൂടുതലും ഈ പാപം കയറി വരുന്നത് ആലസ്യത്തോടെ ഇരിക്കുമ്പോൾ, മടി പിടിച്ചിരിക്കുമ്പോൾ, ആരും നോക്കാനില്ലാതെ എന്നുള്ള സ്ഥിതിയിൽ, മുറിയിൽ ഒറ്റയ്ക്ക് കതകടച്ചിരിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം എവിടെയാണ്? നമ്മളുടെ ഹൃദയം തെറ്റായ മോഹങ്ങളിലാണോ ആയിരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. തെറ്റായ ചിന്തകളിലാണോ നമ്മളുടെ ഹൃദയമായിരിക്കുന്നത്? നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, പഴയ ഒരു ചൊല്ല് ഇംഗ്ലീഷിലുള്ളത്, ഐഡൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. നിങ്ങൾ കേട്ട് കാണും. അതായത് അലസതയോടെ, ഒന്നും ചെയ്യാനില്ലാതെ, ഒരു ദർശനമില്ലാതെ ഇരിക്കുന്ന മനസ്സ് പിശാചിന്റെ ഒരു പണിശാലയാണ് എന്നാണ് ആ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതികൾ നമ്മൾ അറിയണം. ദൈവമക്കൾ അപ്പോയിന്റഡ് ആണ്. അവർ ദൈവവചനം പറയേണ്ടതിന്, ദൈവവേല ചെയ്യേണ്ടതിന് there is an appointment. ഇത് തിരിച്ചറിയാതെ ഉള്ള സമയം അനാവശ്യമായി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പാപമാണ് ഈ പറയുന്നത് ശയനമോഹങ്ങൾ. വ്യക്തമായി അറിയണമെങ്കിൽ ദാവീദിന് പറ്റിയ പാപം എന്തെന്ന് നോക്കിയാൽ ഈ പാപത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. ദാവീദ് രാജാവായിരുന്നു. ഒരു രാജ്യം വലിയൊരു യുദ്ധം നേരിടുമ്പോൾ രാജാവിൻ്റെ കൂടെയുള്ളവരും പടയാളികളെല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ രാജാവ് ആ സമയം ആ ഉത്തരവാദിത്തം എടുക്കാതെ അലസമായി നടക്കുമ്പോഴാണ് വലിയ ഒരു തെറ്റിലേക്ക് ദാവീദ് വീണത്. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ പടയാളിയുടെ ഭാര്യയെ മോഹിക്കുവാനും അതിനുശേഷം അവരെ സ്വന്തമാക്കുവാനും കൊലപാതകം അടക്കമുള്ള പാപങ്ങളിലേക്ക് ദാവീദ് വീണുപോയി. സ്തോത്രം. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വേണം. ദൈവസഭയിലാണെങ്കിൽ സഭയിലുള്ള ഉത്തരവാദിത്തങ്ങൾ എടുക്കുവാനുള്ള മനസ്സ് നമുക്ക് വേണം. ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സുവിശേഷം അറിയിക്കുക എന്നതാണ്. അത് ചെയ്യുവാനുള്ള ഒരു ഉത്സാഹം എനിക്ക് വേണം. സ്തോത്രം.
ദൈവത്തിന്റെ സാക്ഷിയാകുവാൻ, അനേകരെ വചനം പഠിപ്പിക്കുവാൻ എല്ലാം നമ്മളുടെ സമയത്തെ നമ്മൾ വിനിയോഗിക്കണം. അലസമായിരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ നോക്കുക, നമ്മളുടെ ചിന്തകൾ നമ്മൾ ഫ്രീ ആയി വെറുതെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ്. സ്തോത്രം. അത് ദൈവത്തിന് പ്രീതികരമായ ചിന്തകളാണോ എൻ്റെ ഹൃദയത്തിൽ വരുന്നത്? ദുഷ്കാമങ്ങൾ, തെറ്റായ കാമം. സ്തോത്രം. അത് വിവാഹത്തിന് മുൻപാകാം, വിവാഹത്തിന് ശേഷമാകാം, എപ്പോഴാണെങ്കിലും തെറ്റായ ചിന്തകൾ, കാമത്തിന്റെ ചിന്തകൾ, ലസ്റ്റ് കൊണ്ടുവരുന്ന ചിന്തകൾ, കണ്ണ് വഴി തോന്നുന്ന മോഹങ്ങൾ, അതിൽ നിന്ന് മാറി നിൽക്കണം. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചിലത് ഇമോഷൻസ്, നമ്മളുടെ ഇമോഷൻസ് വഴിയുള്ള ബന്ധങ്ങൾ, കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം, നമ്മളുടെ ഹൃദയത്തിലുള്ള ഏത് വോയിഡും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനാണ് സ്ഥാനം കൊടുക്കേണ്ടത്. അതിനു പകരം വ്യക്തികൾക്ക് സ്ഥാനം കൊടുക്കുന്നത്, വ്യക്തികളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ചാറ്റ് വഴി എപ്പോഴും ചില വ്യക്തികളോട് കണക്ട് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട സമയവും സ്ഥാനവുമാ വേറെ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നത്. അതെല്ലാം ദുഷ്കാമത്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം അത് സൂക്ഷിക്കണം. അത് ദൈവവചനം വായിക്കേണ്ടതിന്. ദൈവവചനമാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിറയ്ക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ ഇതുപോലെ കണ്ണുകൾ വഴി, മനസ്സ് വഴി. അടുത്തത്, പലരും തെറ്റായത് കാണുവാൻ, ഫോണിലാകട്ടെ പോണോഗ്രഫി, തെറ്റായ വീഡിയോകൾ, ഇതിലേക്കെല്ലാം കാണുന്ന തരത്തിൽ നമ്മളുടെ സമയത്തെ സമയം പോകുന്നത് മാത്രമല്ല, നമ്മളുടെ ഹൃദയത്തെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുക. അതെല്ലാം ആത്മീയമായ അന്ധത നമുക്ക് വരുത്തും. അതെല്ലാം ആത്മീയമായ ഉറക്കം നമുക്ക് വരുത്തും. അതുകൊണ്ടാണ് പറയുന്നത്, ഉറങ്ങുന്നവരെ നിങ്ങൾ ഉണരേണ്ട സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. ആത്മീയമായ അന്ധത പിടിച്ച് നടക്കാതെ വെളിച്ചത്തിൽ പ്രകാശിക്കുന്നവരായി നമ്മൾ മാറണം. ഹല്ലേലൂയ. ഈ വക തിന്മകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷം നമ്മളെ ആത്മീയമായി അത് അന്ധരാക്കി മാറ്റും. ദൈവത്തെ വായ തുറന്ന് പറയുവാനുള്ള ആത്മശക്തിയെ അത് കെടുത്തും. ഹല്ലേലൂയ. ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാനുള്ള ധൈര്യത്തെ അത് ചോർത്തിക്കളയും. അതാണ് സാംസണ് പറ്റിയത്. സാംസൺ വലിയ ശക്തിയുള്ള, ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവനായിരുന്നു. എന്നാൽ ദലീല എന്ന ആ ഒരു സ്ത്രീയുമായുള്ള ബന്ധത്തിൽ അവന്റെ സകല ആത്മീയ ശക്തിയും നശിച്ചുപോയി. ഇതുപോലെ തന്നെ തെറ്റായ വീഡിയോകൾ, അല്ലെങ്കിൽ തെറ്റായ വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ, ലെസ്റ്റ് കൊണ്ടുവരുന്ന, ദുഷ്കാമം കൊണ്ടുവരുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ദൈവമക്കൾ മാറി നിൽക്കേണ്ടതാണ്. ഹല്ലേലൂയ. മനസ്സിലായെങ്കിൽ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ഗോഡ്. സ്തോത്രം. താങ്ക് യു ലോർഡ്. അടുത്തത് അവിടെ തന്നെ ആ വചനത്തിൽ തന്നെ, പിണക്കത്തിലും അസൂയയിലുമല്ല. പിണക്കത്തിലും അസൂയയിലും. കലഹം, അസൂയ അടുത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം. ഈ അസൂയ എന്ന് പറഞ്ഞാൽ ഒരുവനുള്ളത് എനിക്കും വേണം എന്ന ചിന്ത, അതിൽ ഒരുവന്റെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റായിക. മാത്രമല്ല, നമ്മൾ പലതും വാങ്ങുന്നത് മറ്റു പലർക്കും ഉള്ളത് കണ്ടിട്ടാണ്. സ്തോത്രം. അവന് ഇതുപോലെ ഒരു കാര്യമുണ്ട്, എനിക്കും അത് വേണം. അതൊക്കെ അസൂയയുടെ ട്രേസസ് ഉള്ള കാര്യങ്ങളാ. സ്തോത്രം. പിണക്കം, കലഹിക്കുന്നത്, കലഹത്തിന്റെ വാക്കുകൾ. നമ്മളുടെ വാക്കുകൾ എപ്പോഴും അനുഗ്രഹത്തിന്റെ വാക്കുകളാകണം. കലഹം കൊണ്ടുവരുന്ന വാക്കുകൾ, വിദ്വേഷം വെച്ച് പുലർത്തുന്നത്, ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ, ഇതെല്ലാം ഇരുട്ടിന്റെ പ്രവർത്തികളാണ്. ഇരുട്ടിന്റെ പ്രവർത്തികളിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് കടന്നു വരുവിനെന്ന് കർത്താവ് ഇന്ന് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുക. ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. നോക്ക്, ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായ കാര്യം, ആദ്യം തന്നെ ഇരുട്ടിന്റെ പ്രവൃത്തികളെ നമ്മൾ മാറ്റിവെക്കണം. ഹല്ലേലൂയ. ഒരു തരത്തിലും അതിൽ തുടർന്നു പോവുക
ഞാൻ ഇനി തുടരുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ഏറ്റവും പ്രധാനമായി ഈ ഇരുട്ടിന്റെ പ്രവൃത്തികൾക്ക് പകരം വെളിച്ചത്തെ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കണം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ എപ്പോഴും വേണം. സദൃശവാക്യങ്ങൾ പറയുക, നിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്ന് ദൈവവചനം മാറിപ്പോകരുത്, അവ നിന്റെ ഹൃദയത്തിന്റെ മധ്യേ സൂക്ഷിക്കണം. ഹല്ലേലൂയ. എപ്പോഴും നിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്ന് ദൈവവചനം മാറിപ്പോകരുത്, അവ നിന്റെ ഹൃദയത്തിന്റെ മധ്യേ സൂക്ഷിക്കണം. അധരം തുറന്ന് ദൈവവചനം നീ പറയണം. ഹല്ലേലൂയ. 14-ാമത്തെ വചനം നമ്മൾ വായിച്ച റോമർ 13-ന്റെ 14-ാം കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, ജഡിക മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിക്കരുത്. എല്ലാവരും ഒന്ന് കേട്ടെ. ജഡിക മോഹങ്ങൾ, ഈ പറഞ്ഞ എല്ലാം, മദ്യപാനം, വെറിക്കൂത്ത്, അതുപോലെ അസൂയ, പിണക്കം, കലഹം, അതുപോലെ ശയനമോഹങ്ങൾ, ദുഷ്കാമം, ഇങ്ങനെയുള്ള ഒന്നിനെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കരുത്. യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മൾ എല്ലാ ദിവസവും വസ്ത്രം ധരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. സ്തോത്രം. അതുപോലെ തന്നെ ഈ ധരിക്കുന്നത് സ്നാനത്തിൽ ധരിക്കുന്നതിനെ കുറിച്ചല്ല. നമുക്കറിയാം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവർ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇത് സ്നാനത്തിൽ ധരിക്കുന്നതിനെ കുറിച്ചല്ല. സ്നാനത്തിൽ ആദ്യമായി നമ്മുടെ ആത്മാവ് കർത്താവിനോട് ചേർന്നു. എന്നാൽ എല്ലാ ദിവസവും നമ്മൾ ക്രിസ്തുവിനെ ധരിക്കണം. ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ എല്ലാ ദിവസവും യേശുവേ, എൻ്റെ ആത്മാവിൽ അങ്ങ് വന്ന് നിറയണമേ, യേശുവേ എൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമേ. എല്ലാ ദിവസവും വചനം വായിക്കുമ്പോൾ നമ്മൾ യേശുവിനെ ധരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, ജഡിക മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിക്കരുത്. ഇന്നൊരു തീരുമാനം എടുക്കാമോ? ഈ ജഡിക മോഹങ്ങൾ, ലോകത്തിന്റെ വഴികളിൽ, അന്ധകാരത്തിന്റെ വഴികളിൽ ഇനി ഞാൻ പോവുകയില്ല കർത്താവേ. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നല്ലോ. ഞാൻ വെളിച്ചത്തിൽ ജീവിക്കും. വെളിച്ചത്തിന്റെ ആയുധം വർഗം ഞാൻ ധരിക്കും. സ്തോത്രം. വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്യും. എന്നെ ഏൽപ്പിച്ചത് ഉത്തരവാദിത്തത്തോടെ ഞാൻ ചെയ്യും കർത്താവേ. എൻ്റെ കുടുംബത്തെ ഉത്തരവാദിത്തത്തോടെ ഞാൻ ഭരിക്കും. ഹല്ലേലൂയ. എൻ്റെ മക്കളെ ഉത്തരവാദിത്തത്തോടെ ഞാൻ പോറ്റും. സ്തോത്രം. ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ കടമകൾ ഞാൻ ചെയ്യും. ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും നന്നായി ഞാൻ പഠിക്കും. ഞാൻ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കും കർത്താവെ. ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ, എൽഡേഴ്സിനെ അനുസരിക്കുന്നവരായിരിക്കും കർത്താവെ. ഒന്ന് തീരുമാനമെടുത്ത് കർത്താവിന് മുൻപിൽ പറയാമോ? ഹല്ലേലൂയ. എന്നെ ആക്കി വെച്ചത്, ഓ ലോർഡ്, എന്നെ ആക്കി വെച്ച കുടുംബത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കും. എൻ്റെ കുടുംബത്തിൽ കർത്താവെ, ഒന്ന് പറയാമോ? എല്ലാവരും ഒന്ന് പറയാമോ? യേശു കർത്താവെ പറഞ്ഞ്, എൻ്റെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമേ. യേശു കർത്താവെ, എൻ്റെ കുടുംബത്തിൽ വിശ്വസ്തനായിരിക്കുവാൻ എന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ എന്നെ ബലപ്പെടുത്തണമേ. എല്ലാ ജഡത്തിന്റെ പ്രവൃത്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ തള്ളിക്കളയുന്നു. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളത്തിൽ വന്ന് നിറയണമേ. യേശു ക്രിസ്തുവിനെ ഞാൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഈ സമയം അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കും. അങ്ങ് വെളിച്ചത്തിൽ വസിക്കുന്ന, വെളിച്ചമായിരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. യേശു കർത്താവേ, അങ്ങ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ അങ്ങ് നിറയ്ക്കണമേ. യെസ് ലോർഡ്. എല്ലാ അന്ധകാരത്തിന്റെ പ്രവൃത്തികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവസഭയിലെ ഓരോ മക്കളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. യെസ് ലോർഡ്. റഭ നാസിയോ ലീചിമിയ റഭ റഭ. വെളിച്ചത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ അങ്ങ് നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ വരവിന് ഒരുക്കമുള്ളവരായി
നല്ല മണവാട്ടിയെ പോലെ ഓ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ച് ഓ അങ്ങയെ പ്രതീക്ഷയോടെ കാക്കുന്ന ദൈവമക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങൾ എല്ലാ ദിവസവും യേശുവെ അങ്ങയെ ധരിക്കുന്നവരാകട്ടെ. എല്ലാ ദിവസവും വചനം ധ്യാനിക്കുന്നവരാകട്ടെ. എല്ലാ ദിവസവും വചനത്തിന്റെ വെളിച്ചത്തിൽ തന്നെ നടക്കട്ടെ കർത്താവ്. പിശാചിന് ഞങ്ങളുടെ മേൽ ഇനി അവകാശമില്ല എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുക. അങ്ങയുടെ വരവിൽ എടുക്കപ്പെടേണ്ടതിനായി ഞങ്ങളെ ഒരുക്കത്തോടെ നിർത്തണമേ കർത്താവ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരും ചേർന്നൊരു ആമേൻ പറയാമോ? ആമേൻ. കർത്താവേ സ്തോത്രം.